നമസ്കാരം. ഫിംഗർ പ്രിന്റിലേക്ക് സ്വാഗതം. കുറ്റകൃത്യങ്ങളുടെ വ്യവഹാരങ്ങളുടെ ലോകത്തെ പ്രധാന സംഭവങ്ങളിലേക്ക്. അമ്മയുടെ സഹോദരിയെ കൊലപ്പെടുത്തിയ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വളർത്തു നായ്ക്കുട്ടിക്ക് നേരെ ആസിഡ് ആക്രമണം നടത്തിയ കേസിൽ കോട്ടയത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. വിഭജികയും കുഞ്ഞും ഷാർജയിൽ മരിച്ച സംഭവത്തിൽ കേരള പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. കാമുകനുമായുള്ള രഹസ്യബന്ധം തുടർന്നു കൊണ്ടുപോകാൻ ഭാര്യ ഭർത്താവിനെ അതിക്രൂരമായി കൊലപ്പെടുത്തി. രഹസ്യമായി റെക്കോർഡ് ചെയ്യുന്ന ഫോൺ സംഭാഷണങ്ങൾ വിവാഹമോചന കേസിൽ തെളിവായി സ്വീകരിക്കാമെന്ന് സുപ്രീം കോടതി. അമ്മയുടെ സഹോദരിയെ കൊലപ്പെടുത്തിയ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തെലങ്കാനയിലാണ് ക്രൂരത അരങ്ങേറിയത്. സ്ത്രീയുടെ പേരിലുണ്ടായിരുന്ന ഇൻഷുറൻസ് തുക കൈക്കലാക്കാൻ വേണ്ടിയായിരുന്നു ക്രൂര കൊലപാതകമെന്ന് പ്രതി പോലീസിനോട് വെളിപ്പെടുത്തി. അമ്മയുടെ സഹോദരിയെ കൊലപ്പെടുത്തിയ യുവാവ് പോലീസിന്റെ പിടിയിൽ. അപകട മരണമെന്ന് കരുതിയ സംഭവത്തിലാണ് അപ്രതീക്ഷിത ട്വിസ്റ്റും പിന്നാലെ അറസ്റ്റും നടന്നത്. തെലങ്കാനയിലെ സിദ്ദിപ്പെട്ടിലെ കൊലപാതകത്തിൽ വെങ്കടേഷ് എന്ന യുവാവാണ് പിടിയിലായത്. ദൃശ്യം എന്ന സിനിമയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് താൻ കൊലപാതകം മറച്ചുവെച്ചതെന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചു. റോഡപകടത്തിൽ മരണപ്പെട്ടുവെന്ന് വരുത്തി തീർത്ത ശേഷം മാതൃ സഹോദരിയുടെ പേരിലുള്ള ഇൻഷുറൻസ് തുക കൈക്കലാക്കുകയായിരുന്നു പ്രതിയുടെ ലക്ഷ്യം. ഇക്കൊല്ലം മാർച്ചിൽ വെങ്കടേഷ് തന്റെ അമ്മയുടെ സഹോദരി രേവമ്മയുടെ പേരിൽ പോസ്റ്റ് ഓഫീസ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തുടങ്ങിയ ഇടങ്ങളിൽ നിരവധി ഇൻഷുറൻസ് പോളിസികൾ എടുത്തതായി സിദ്ദിപ്പേട്ട് പോലീസ് കമ്മീഷണർ ബി അനുരാധ പറഞ്ഞു. ഈ മാസം 7-ന് രേവമ്മയെ തന്നോടൊപ്പം അടുത്തുള്ള ഒരു കൃഷിയിടത്തിലേക്ക് ജോലിക്കെന്ന് പറഞ്ഞ് ഇയാൾ വിളിച്ചു കൊണ്ടുപോയി. പാതയോരത്ത് നിന്ന രേവമ്മയെ ഇയാൾ ജീപ്പ് ഇടിച്ച് വീഴ്ത്തി. പിന്നീട് വെങ്കടേഷ് പോലീസിൽ അപകടം നടന്നതായി അറിയിക്കുകയും ചെയ്തു. CCTV ദൃശ്യങ്ങളുടെ സഹായത്തോടെ ഇടിച്ച ഥാർ ജീപ്പിന്റെ നമ്പർ പോലീസ് കണ്ടെത്തി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ വെങ്കടേഷിന്റെ സഹോദരനാണ് ജീപ്പ് വാടകയ്ക്കെടുത്തതെന്ന് പോലീസ് കണ്ടെത്തി. സഹോദരന്മാർ രണ്ടുപേരും ചേർന്ന് ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനായി നടത്തിയ ആസൂത്രിത കൊലപാതകമായിരുന്നുവെന്ന് പോലീസ് കണ്ടുപിടിച്ചു. രേവമ്മയുടെ മരണം അപകട മരണമാകുമ്പോൾ അതിലൂടെ 55 ലക്ഷം രൂപ ഇൻഷുറൻസായി ലഭിക്കുമെന്ന കണക്കുകൂട്ടലിലായിരുന്നു പ്രതി. തന്റെ കടബാധ്യത തീർക്കാനുള്ള എളുപ്പവഴിയെന്ന നിലയിലാണ് കൊലപാതകം ആസൂത്രണം ചെയ്തതെന്നും പ്രതി പോലീസിനോട് സമ്മതിച്ചു. വളർത്തു നായ്ക്കുട്ടിക്ക് നേരെ ആസിഡ് ആക്രമണം നടത്തിയ കേസിൽ കോട്ടയത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ആസിഡ് ആക്രമണത്തെ തുടർന്ന് നായ്ക്കുട്ടിയുടെ ഇരു കണ്ണിന്റെയും കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. വളർത്തു നായ്ക്കുട്ടിയെ ആസിഡ് ഒഴിച്ച് ആക്രമിച്ച സംഭവത്തിൽ പുത്തൻകുരിശ് മോനിപ്പള്ളി സ്വദേശി നയനമോൾ ജിബിയുടെ പരാതിയിൽ പുത്തൻകുരിശ് പോലീസ് കേസ് എടുത്ത് അന്വേഷണം തുടങ്ങി. വീട്ടിൽ കൂട്ടിലിട്ട് വളർത്തിയ ഇന്ത്യൻ സ്പീറ്റ്സ് ഡോഗ് ഇനത്തിൽപ്പെട്ട 3 മാസം പ്രായമായ നായ്ക്കുട്ടിയാണ് കഴിഞ്ഞ 9-ന് ആക്രമിക്കപ്പെട്ടത്. വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് അജ്ഞാതൻ രാസദ്രാവകം മുഖത്തൊഴിച്ചതോടെ നായ്ക്കുട്ടിയുടെ 2 കണ്ണിന്റെയും കാഴ്ച നഷ്ടപ്പെടുകയും ആന്തരിക അവയവങ്ങൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തുവെന്ന് പരാതിയിൽ പറയുന്നു. നായ്ക്കുട്ടിയെ അഴിച്ചുവിട്ട് കടുപ്പിക്കാൻ ശ്രമിച്ച അയൽവാസിയായ ഒരാൾ നേരത്തെ പുത്തൻകുരിശ് പോലീസിൽ പരാതി നൽകിയിരുന്നു. നായ്ക്കുട്ടിയുടെ വീഡിയോ നവമാധ്യമങ്ങളിൽ പ്രദർശിപ്പിച്ചതിന് നല്ല റീച്ച് ലഭിച്ചതോടെ സമീപവാസിയായ ഒരാൾ നായ്ക്കുട്ടിയെ കൊല്ലുമെന്ന് നിരവധി തവണ ഭീഷണിപ്പെടുത്തിയിരുന്നതായും യുവതി പരാതിയിൽ പറയുന്നു. അയൽവാസിയും യുവതിയുടെ വീട്ടുകാരും തമ്മിൽ അതിർത്തി തർക്കവും നിലനിൽക്കുന്നുണ്ട്. സംഭവം സംബന്ധിച്ച് CCTV തെളിവുകൾ പൂർണ്ണമായും ഇല്ലാതാക്കിയാണ് ആക്രമണമെന്നത് പോലീസിനെ കുഴയ്ക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്. വിഭജികയും കുഞ്ഞും ഷാർജയിൽ മരിച്ച സംഭവത്തിൽ കേരള പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. കുണ്ടറ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. പ്രതിസ്ഥാനത്തുള്ള 3 പേർ നാട്ടിലെത്തുന്ന മുറയ്ക്ക് അറസ്റ്റ് ചെയ്യുമെന്നും പോലീസ് അറിയിച്ചു. വിഭജികയും കുഞ്ഞും ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ ഭർത്താവ് നിതീഷിനും കുടുംബത്തിനുമെതിരെ പോലീസ് കേസെടുത്തു. നിതീഷിനെ 1-ാം പ്രതിയും സഹോദരി നീതുവിനെ 2-ാം പ്രതിയും അച്ഛനെ 3-ാം പ്രതിയുമാക്കിയാണ് കുണ്ടറ പോലീസ് കേസെടുത്തത്. ആത്മഹത്യാ പ്രേരണ, സ്ത്രീധന പീഡനം തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. വിഭജികയുടെ അമ്മയുടെ പരാതിയിലാണ് നടപടി. കോട്ടയം നാൽക്കവല സ്വദേശി നിതീഷിന്റെ ഭാര്യയും കൊല്ലം കൊറ്റങ്കര ചന്ദനത്തോപ്പ് രജിത ഭവനിൽ മണിയന്റെയും ശൈലജയുടെയും ഏകമകളായ വിഭജികയെയും 1.25 വയസ്സുള്ള മകൾ വൈഭവിയെയും കഴിഞ്ഞ ചൊവ്വാഴ്ച ഷാർജ സമയം രാത്രി 10-ഓടെയാണ് ഷാർജ അൽ നഹദിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ദുബായിലെ സ്വകാര്യ കമ്പനിയിൽ HR വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന വിഭജികയും ദുബായിലെ സ്വകാര്യ കമ്പനിയിൽ ഫെസിലിറ്റേറ്റ് എഞ്ചിനീയറായ നിതീഷും കുറച്ചുകാലമായി പിണക്കത്തിലായിരുന്നു. ഇരുവരും വെവ്വേറെ സ്ഥലങ്ങളിലാണ് താമസിച്ചിരുന്നത്. രാത്രി കൂട്ടുകിടക്കാനെത്തുന്ന ജോലിക്കാരി ചൊവ്വാഴ്ച രാത്രിയെത്തി ഏറെ നേരം വിളിച്ചിട്ടും വാതിൽ തുറന്നില്ല. തുടർന്ന് നിതീഷിനെ ബന്ധപ്പെട്ടു. സ്ഥലത്തെത്തിയ നിതീഷും ജോലിക്കാരിയും ചേർന്ന് വാതിൽ പൊളിച്ചപ്പോഴാണ് മൃതദേഹങ്ങൾ കണ്ടതെന്ന് പറയുന്നെങ്കിലും വിശ്വസനീയമല്ലെന്നാണ് വിഭജികയുടെ ബന്ധുക്കളുടെ ആരോപണം. നിതീഷിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി വിഭജികയുടെ അമ്മ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. നിതീഷിന് മറ്റൊരു ബന്ധമുണ്ടെന്നും ഭാര്യയും കാമുകിയെയും ഒരേ ബെഡിൽ കിടത്തുമായിരുന്നുവെന്നും വിഭജികയുടെ അമ്മ വെളിപ്പെടുത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്. കാമുകനുമായുള്ള രഹസ്യബന്ധം തുടർന്നു കൊണ്ടുപോകാൻ ഭാര്യ ഭർത്താവിനെ അതിക്രൂരമായി കൊലപ്പെടുത്തി. ബീഹാറിലാണ് ക്രൂരത അരങ്ങേറിയത്. 45 വയസ്സുള്ള ചെറുപ്പക്കാരനാണ് കൊല്ലപ്പെട്ടത്. കാമുകനുമായുള്ള ബന്ധം തുടരാൻ ഭർത്താവിനെ യുവതി കൊലപ്പെടുത്തി. ബീഹാറിലാണ് ക്രൂരത അരങ്ങേറിയത്. പൂർണിയ സ്വദേശി ഉഷാദേവിയാണ് ഭർത്താവ് ബാലോദാസിനെ വാക്കത്തികൊണ്ട് വെട്ടിക്കൊന്നത്. ഇവരുടെ 12 വയസ്സുള്ള മകൻ കൊലപാതകത്തിന് ദൃക്സാക്ഷിയാണ്. ഉറങ്ങിക്കിടന്ന കുട്ടി ശബ്ദം കേട്ട് എഴുന്നേറ്റപ്പോൾ കണ്ടത് അച്ഛന്റെ കഴുത്തിൽ തുടരെ വെട്ടുന്ന അമ്മയെയാണ്. ആരോടും പറയരുത്, പറഞ്ഞാൽ നിന്നെയും ഇതുപോലെ ചെയ്യുമെന്ന് ഉഷാദേവി മകനെ ഭീഷണിപ്പെടുത്തി. 45-കാരനായ ബാലാദാസിന് പഞ്ചാബിലായിരുന്നു ജോലി. ഭാര്യ ഉഷാദേവിയും 3 കുട്ടികളും ബീഹാറിലായിരുന്നു താമസം.
വീട് വയ്ക്കാൻ കരുതി വെച്ച ഭൂമി ഭാര്യ വിറ്റതായി അറിഞ്ഞപ്പോഴാണ് ബാലോദാസ ഗ്രാമത്തിലേക്ക് മടങ്ങിയത്. ഭർത്താവുമായി ആലോചിക്കാതെയാണ് ഉഷാദേവി ഭൂമി വിറ്റത്. ഇതേ ചൊല്ലി ഇരുവരും തമ്മിൽ വഴക്കും പതിവായിരുന്നു. ബാലോദാസ പഞ്ചാബിലായിരിക്കുമ്പോഴാണ് ഉഷാദേവി ഗ്രാമത്തിലെ മറ്റൊരാളുമായി അടുക്കുന്നത്. കാമുകന്റെ നിർദ്ദേശപ്രകാരമാണ് ഉഷാദേവി ഭൂമി വിറ്റതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഈ പണവുമായി ഒളിച്ചോടാനായിരുന്നു ഇരുവരുടെയും തീരുമാനം. ഇതിനിടെ ബാലോദാസ് തിരിച്ചെത്തിയതോടെ പദ്ധതി പാളി. അതോടെയാണ് ബാലോദാസിനെ കൊലപ്പെടുത്താൻ ഇരുവരും തീരുമാനിച്ചത്. ചോദ്യം ചെയ്യലിൽ ഉഷാദേവി കുറ്റം സമ്മതിച്ചു. രാത്രി 10:30 ക്രൂരത വീടിനുള്ളിൽ അരങ്ങേറിയത്. അമ്മ അച്ഛന്റെ കഴുത്തിൽ വെട്ടുന്നത് കണ്ടുവെന്നും മകൻ മൊഴി നൽകി. തന്റെ മുഖത്ത് രക്തം തെറിച്ചെന്നും അലറി കരയാൻ ശ്രമിച്ചപ്പോൾ അമ്മ വാ അടച്ചുപിടിക്കാൻ പറഞ്ഞുവെന്നും കുട്ടി പറഞ്ഞു. രാവിലെ വരെ കാത്തിരുന്ന ശേഷമാണ് കുട്ടി കൊലപാതക വിവരം അയൽക്കാരോട് വിളിച്ചു പറഞ്ഞത്. അച്ഛൻ ഒരിക്കലും അമ്മയെ മർദ്ദിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുന്നത് കണ്ടിട്ടില്ലെന്നും പൈശാചിക കുറ്റകൃത്യത്തിന് സാക്ഷിയാകേണ്ടിവെന്ന കുട്ടി വെളിപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്. രഹസ്യമായി റെക്കോർഡ് ചെയ്യുന്ന ഫോൺ സംഭാഷണങ്ങൾ വിവാഹമോചന കേസിൽ തെളിവായി സ്വീകരിക്കാമെന്ന സുപ്രീം കോടതി. ഇതിനു മുമ്പ് ഇത്തരം തെളിവുകൾ ആശാസ്യകരമല്ലെന്ന് ഹരിയാന ഹൈക്കോടതി വിധിച്ചിരുന്നു. രഹസ്യമായി റെക്കോർഡ് ചെയ്ത പങ്കാളിയുടെ ഫോൺ സംഭാഷണം വിവാഹമോചന കേസുകളിൽ തെളിവായി പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ജസ്റ്റിസുമാരായ BV നാഗരത്ന, സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങിയ സുപ്രീം കോടതി ബെഞ്ചിന്റേതാണ് ഉത്തരവ്. രഹസ്യമായി റെക്കോർഡ് ചെയ്യുന്ന പങ്കാളിയുടെ ടെലിഫോൺ സംഭാഷണങ്ങൾ വിവാഹമോചന കേസുകളിൽ തെളിവായി പരിഗണിക്കാൻ കഴിയില്ലെന്ന് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി വിധിച്ചിരുന്നു. ഇന്ത്യൻ തെളിവ് നിയമത്തിലെ 122 വകുപ്പ് ചൂണ്ടിക്കാട്ടിയായിരുന്നു പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ഉത്തരവ്. ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നത് വ്യക്തികളുടെ മൗലികാവകാശത്തിലേക്ക് കടന്നുകയറ്റവും സ്വകാര്യതയുടെ ലംഘനവുമാണെന്നും പഞ്ചാബ് ഹരിയാന കോടതി വിധിച്ചിരുന്നു. എന്നാൽ ഭരണഘടനയുടെ 21 അനുച്ഛേദം എല്ലാ കേസുകളിലും നീതിയുക്തമായ വിചാരണ ഉറപ്പാക്കുന്നതാണെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. നീതിയുക്തമായ വിചാരണ ഉറപ്പാക്കാൻ രഹസ്യമായി റെക്കോർഡ് ചെയ്ത പങ്കാളിയുടെ ഫോൺ സംഭാഷണം വിവാഹമോചന കേസുകളിൽ തെളിവായി പരിഗണിക്കാമെന്നാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്. രഹസ്യമായി റെക്കോർഡ് ചെയ്യുന്ന പങ്കാളിയുടെ ഫോൺ സംഭാഷണം തെളിവായി പരിഗണിക്കുന്നത് ഗാർഹിക ഐക്യത്തെ തകർക്കുമെന്നും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പരസ്പരം സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കാനുള്ള പ്രവണത വർദ്ധിപ്പിക്കുമെന്നും ഹരിയാന ഹൈക്കോടതി വാദിച്ചിരുന്നത് സുപ്രീം കോടതി അംഗീകരിച്ചില്ല. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്. ഫിംഗർ പ്രിന്റ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.